തലസ്ഥാന നഗരസഭയിൽ BJP മേയർ തന്നെ. യാതൊരു സംശയവും വേണ്ട. തലസ്ഥാന നഗരസഭയിൽ BJPയുടെ മേയറും BJPയുടെ ഡെപ്യൂട്ടി മേയറും ഭരണം നടത്തും. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, ജനങ്ങൾ നൽകിയ ജനവിധിയെ അട്ടിമറിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ശ്രമങ്ങൾ പാളിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും BJPക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വരുന്നു. അതേസമയം കോൺഗ്രസിൽ നിന്ന് ചില കൗൺസിലർമാർ BJP പാളയത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനകളും കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വരികയാണ്. കോൺഗ്രസിലെ ചില കൗൺസിലർമാർ BJPയുമായി ബന്ധപ്പെട്ടുവെന്നും BJPയോട് ചേർന്ന് പ്രവർത്തിക്കാനും BJPയിൽ എത്താനും ആഗ്രഹമുണ്ടെന്നും അറിയിച്ചതായുള്ള സൂചനകളും പുറത്തു വരികയാണ്. 2 സ്വതന്ത്രന്മാരാണ് തിരുവനന്തപുരം നഗരസഭയിൽ നിർണായകമായിട്ടുള്ളത്. ഒന്ന് പാറ്റൂർ രാധാകൃഷ്ണൻ. പാറ്റൂർ രാധാകൃഷ്ണൻ BJPയെ തന്റെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. BJPയെ പിന്തുണയ്ക്കുമെന്നും നഗരസഭയിൽ BJP പിന്തുണയോടുകൂടി പ്രവർത്തിക്കുമെന്നും പാറ്റൂർ രാധാകൃഷ്ണൻ അറിയിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മറ്റൊരാൾ സുധീർ കുമാറിനും BJPയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യം. കാരണം BJPക്ക് 50 കൗൺസിലർമാരുണ്ട്. BJP മാത്രമേ ശക്തമായ ഒരു നഗരസഭാ ഭരണം നടത്താൻ കഴിയുന്ന പാർട്ടി ആയിട്ടുള്ളൂ എന്ന തിരിച്ചറിവാണ് ഈ സുധീർ കുമാറിനെയും BJPയോടൊപ്പം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും തലസ്ഥാന കോർപ്പറേഷനിൽ 50 വാർഡ് നേടി BJP വിജയിച്ചിട്ടും തോറ്റ് തുന്നം പാടിയിട്ടും കുതിരക്കച്ചവടത്തിലൂടെ, കുതികാൽ വെട്ടിലൂടെ, മറ്റ് വൃത്തികെട്ട നടപടികളിലൂടെ BJP അധികാരത്തിൽ നിന്ന് മാറ്റാനുള്ള വലിയ പരിശ്രമമാണ് CPM-ഉം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാറ്റൂർ രാധാകൃഷ്ണനും സുധീർ കുമാറും അടക്കമുള്ള സ്വതന്ത്രരെ ചാക്കിട്ട് പിടിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ CPM-ന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ തന്നെ നടത്തുന്നതായുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ പുറത്തു വരുന്നു. പാറ്റൂർ രാധാകൃഷ്ണനും മറ്റൊരു സ്വതന്ത്രനും BJPയെ പിന്തുണയ്ക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. BJPയുടെ മേയർ തന്നെ തലസ്ഥാന കോർപ്പറേഷൻ ഭരിക്കും. BJPയുടെ ഡെപ്യൂട്ടി മേയർ തന്നെ തലസ്ഥാന കോർപ്പറേഷൻ ഭരിക്കും. 4 പതിറ്റാണ്ടത്തെ CPM-ന്റെ കുത്തക അവസാനിപ്പിച്ചിരിക്കുന്നു BJP. അനന്തപുരിയുടെ മണ്ണിൽ താമര തേരോട്ടം നടക്കാൻ പോവുകയാണ്. അനന്തപുരിയുടെ മണ്ണിൽ വലിയ വിജയമാണ് BJP നേടിയിരിക്കുന്നത്. BJPയുടെ ഈ വിജയം CPM-നെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് BJP എങ്ങനെയും അധികാരത്തിൽ അകറ്റി നിർത്താൻ, എല്ലാ തറക്കളികളും നടത്താൻ CPM ശ്രമിക്കുന്നത്. എന്നാൽ അതിനെല്ലാം മറികടക്കുകയാണ് BJPയുടെ തലസ്ഥാന നേതൃത്വവും സംസ്ഥാന നേതൃത്വവും.